inverse of 2 minus 3i is equal to 1 by 2 minus 3i. ശരിയല്ലേ? മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറഞ്ഞാൽ 1 by z ആണ്. അപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് 1 by 2 minus 3i. ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ 1 by 2 minus 3i കണ്ടുപിടിക്കാൻ പോവാണ്. 1 by z നമുക്കറിയാം z bar by mod z square. ശരിയല്ലേ? അപ്പോൾ z bar അറിയണം. z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം z എന്ന് പറഞ്ഞാൽ 2 minus 3i. z bar എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഞ്ചുഗേറ്റ് 2 plus 3i. കോഞ്ചുഗേറ്റ് നമുക്കറിയാം i യുടെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇനി mod z square. mod z എന്ന് പറഞ്ഞാൽ root of a square plus b square ആണ്. mod z ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ a square plus b square. ശരിയല്ലേ? ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, b എന്ന് പറയുന്നത് -3 ആണ്. ഇതാണ് നോക്കേണ്ടത്. അതിന്റെ സ്ക്വയർ 2 ന്റെ സ്ക്വയർ 4, മൈനസ് ന്റെ സ്ക്വയർ പ്ലസ് 3 ന്റെ സ്ക്വയർ 9. അപ്പോൾ 13. ഈ വാല്യൂസ് പറക്കിയിട്ടാൽ മതി. 1 by z means z bar by mod z square. അപ്പോൾ z bar നമുക്ക് കിട്ടി 2 plus 3i by mod z ന്റെ സ്ക്വയർ 13. ഇങ്ങനെ എഴുതിയാൽ പോലെ ഒന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് എഴുതണം. ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ a plus b by c. നമുക്കറിയാം a by c plus b by c. കണ്ട, ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം 2 by 13 plus 3i by 13 എന്ന് പറഞ്ഞാൽ 3 by 13i. ഇതാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1 by. അതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്ന് ക്ലിയർ ഉള്ളവർ കുറിക്കും. ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഒന്നുകൂടി പറയാം സ്റ്റെപ്സുകൾ. 2 minus 3i ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 minus 3i is equal to 1 by 2 minus 3i. നമുക്കറിയാം 1 by z ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1 by z. 1 by z കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് z bar by mod z square. z bar by mod z square. അപ്പോൾ നമുക്ക് z എന്ന് പറയുന്നത് 2 minus 3i ആണ്. z is 2 minus 3i. z bar അപ്പോൾ ഇതിന്റെ i യുടെ സൈൻ ചേഞ്ച് ചെയ്യുക 2 plus 3i. ഇനി mod z square എന്ന് പറയുന്നത് നമുക്കറിയാം a square plus b square. ഇവിടെ a ഇത് z bar ആണ്. നമുക്ക് z ന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ a 2 square പ്ലസ് b എന്നുള്ള -3 square. 2 ന്റെ സ്ക്വയർ 4 പ്ലസ് -3 ന്റെ സ്ക്വയർ പ്ലസ് 9. -3 ന്റെ സ്ക്വയർ പ്ലസ് 3 ന്റെ സ്ക്വയർ 9. 4 plus 9 13. അപ്പോൾ z bar ആയി mod z square ആയി. അപ്പോൾ നമുക്ക് 1 by z ന് പകരം 2 minus 3i. 1 by z ന് പകരം 2 minus 3i is equal to z bar കണ്ടുപിടിച്ചു 2 plus 3i divided by mod z square 13. ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഒരുപക്ഷെ ഈ ഫോർമുല മറന്നുപോയെന്നിരിക്കട്ടെ. ഫോർമുല മറന്നുപോയാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ചെയ്യാനുള്ള മെത്തേഡാണ് ഇനി പറയുന്നത്. നോക്കിക്കോളൂ. ഫോർമുല അങ്ങ് മറന്നുപോയി. അപ്പോൾ മെത്തേഡ് പറയുകയാണ്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 minus 3i എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 by 2 minus 3i. ശരിയല്ലേ? ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പം സെക്കൻഡ് മെത്തേഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 minus 3i സമം 1 by 2 minus 3i. ഇനി ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പറല്ലേ കിടക്കുന്നത്. ഈ കേസ് എന്നല്ല, ഇനി മുന്നോട്ടുള്ള എല്ലാ കേസുകളിലും ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ കിടന്നാൽ അതിനെ പ്യൂർലി റിയൽ ആയിട്ടുള്ള ഒരു നമ്പറാക്കി മാറ്റണം. പ്യൂർലി റിയൽ എന്ന് പറയുമ്പോൾ ഈ ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി റൈവ് എന്ന ടേം ഉണ്ടാവരുത്. അപ്പൊ അതിനെന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. എന്തുകൊണ്ട് ഗുണിക്കുക? കോൺജുഗേറ്റ് കൊണ്ട്. അപ്പൊ 2 minus 3i യുടെ കോൺജുഗേറ്റ് 2 plus 3i. 2 plus 3 കൊണ്ട് മുകളിൽ ഗുണിക്കുമ്പോൾ 1 into 2 plus 3i 2 plus 3i കണ്ടോ? അത് താഴെയും ഗുണിക്കുക.
അപ്പോൾ 2 - 3i into 2 + 3i. മനസ്സിലായോ? വീണ്ടും 2 + 3i അതേപോലെ എഴുതി. ഡിനോമിനേറ്ററിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി. നമ്മൾ നേരത്തെ കണ്ടൊരു കാഴ്ചയാണ്. നേരത്തെ കണ്ട കാഴ്ച എന്താണ്? x + y into x - y. നമുക്കറിയാം x² - y². ശരിയല്ലേ? അപ്പൊ ഇവിടെ x ന് പകരം 2, y ക്ക് പകരം 3i. അപ്പൊ x² 2² minus y². y ക്ക് പകരം 3i. 3i². അതിന്റെ ബാലൻസ് ആണ് ഞാൻ ഇവിടെ കുറിക്കുന്നത്. ഇവിടെ കുറിക്കുകയാണ് 2 + 3i by 2² 4. കുറച്ച് മുന്നേ പറഞ്ഞു x y യുടെ സ്ക്വയർ x² y². അപ്പോൾ ഈ മൈനസ് അതുപോലെ എഴുതി 3i the whole square. 3 യുടെ സ്ക്വയർ 9, i യുടെ സ്ക്വയർ i². വീണ്ടും സമം 2 + 3i 4 മൈനസ് i² വന്ന പ്ലസ് 9. ശരിയല്ലേ? വീണ്ടും സമം 2 + 3i by 4 + 9 13. ഭംഗി വരുത്തുന്നു. ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2/13 പ്ലസ് 3/13i. നേരത്തെ ഉത്തരം കിട്ടി. മനസ്സിലായോ? അപ്പൊ ചെയ്ത ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ താഴെയുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോയിച്ചിഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ താഴെ കിട്ടുന്നത് x + y into x - y സ്റ്റൈലാണ്. x + y into x - y എന്ന് പറഞ്ഞാൽ x² - y². അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 + 3i into 2 - 3i എന്ന് പറയുന്നത് അവിടെ x എന്നുള്ളത് 2 ആണ്, y എന്നുള്ളത് 3i ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 2² minus y². y² എന്ന് പറഞ്ഞാൽ 3i the whole square. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിനോമിനേറ്റർ മാത്രമാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിനോമിനേറ്ററിൽ 2² എന്നുള്ള 4 എന്ന് വരും മൈനസ് 3i യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ന്റെ സ്ക്വയർ 9, i ന്റെ സ്ക്വയർ i², 9i². അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററോട് പറയുന്നത് ന്യൂമറേറ്ററിൽ 2 + 3i ഡിവൈഡഡ് ബൈ 4. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ 4 - 9i² ആണ്. മൈനസ് i² വന്നാൽ പ്ലസ്. അപ്പോൾ 4 + 9. 4 + 9 means 13. അപ്പോൾ 2 + 3i by 13. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2/13 പ്ലസ് 3/13i. നമ്മുടെ ആൻസർ ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു സ്കോറിനൊക്കെ ചോദിക്കാം. ഇത് രണ്ട് മെത്തേഡ് എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ കുറിച്ചാൽ മതി. ഇനി നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഒരുപാട് തവണ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചതാണ് കേട്ടോ. ഒരുപാട് തവണ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ആണ് ഇഫ് കുറിച്ചോളൂ. ഇഫ് മീൻസ് കണ്ടീഷണൽ ആണ്. ഇഫ് x + iy equal to a + ib by a - ib. x + iy is equal to a + ib by a - ib. ഈ കാൽക്കുലേറ്ററിന് പകരം സ്മോൾ ലെറ്റേഴ്സും കൊടുക്കാം. ചിലപ്പോൾ ഇവിടെ a + ib കൊടുത്തിട്ട് ഇവിടെ x + iy ഡിവൈഡഡ് ബൈ x - ib എന്ന് പറയാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? സോറി, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ല. ഒന്ന് കുറച്ചുകൂടി. ഇഫ് x + iy equal to a + ib by a - ib, then show that x² + y² is equal to 1. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. x² + y² is equal to 1. ഇതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. ഇഫ് മീൻസ് കണ്ടീഷൻ. ഇഫ് ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇത് ഷോ ചെയ്യണം. ഇഫ് x + iy equal to a + ib by all divided by a - ib, then show that x² + y² is equal to 1. ഒന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ.
ഇതിൽ കോംപ്ലക്സ് നമ്പർ ലെഫ്റ്റ് ഒറ്റ കോംപ്ലക്സ് നമ്പറേ ഉള്ളൂ, റൈറ്റിൽ മുകളിലും താഴെയും കോംപ്ലക്സ് നമ്പർ. അപ്പോൾ രണ്ട് രീതി ചെയ്യാം. ഈ എക്സ് പ്ലസ് ഐ വൈയുടെ റിയൽ പാർട്ടാണ് എക്സ്, അതിന്റെ സ്ക്വയർ. ഇതിന്റെ ഇമാജിനറി പാർട്ടാണ് വൈ, അതിന്റെ സ്ക്വയർ. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ ഉള്ളതുകൊണ്ട് അതിന് കോൺജുഗേറ്റ് കൊണ്ട് മേലും താഴെയൊക്കെ കുറിച്ച് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെപ്സിന്റെ എണ്ണം കൂടും. സ്റ്റെപ്പിന്റെ എണ്ണം കുറച്ച് നോക്കുന്നത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ കോംപ്ലക്സ് നമ്പർ എടുക്കുക. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് അല്ലേ? ഇതിലെ കാൾ നമ്പർ 1, ഇതിനെ ഞാൻ 1 എന്ന് വിളിച്ചു. സംശയമില്ലല്ലോ. ഇനി ഞാൻ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കും. രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? കോൺജുഗേറ്റ്. രണ്ട് സൈഡിലും കോൺജുഗേറ്റ് നോക്കിക്കോളൂ. x plus iy bar സമം a plus ib by a minus ib bar. ശരിയല്ലേ? ഇനി ബാറിൽ കളയുമ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ആവും അല്ലേ? അപ്പൊ ഇവിടെ x minus iy ഈക്വൽ ടു നോക്കിക്കണേ, മുകളിൽ ഒരു കോംപ്ലക്സ് നമ്പർ, താഴെ വേറൊരു കോംപ്ലക്സ് നമ്പർ. നമ്മൾ കുറച്ചു മുമ്പ് ഒരു പ്രോപ്പർട്ടി പഠിച്ചു, z1 by z2 whole bar. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ ഡിവൈഡ് ചെയ്യും. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷന്റെ ബാർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ബാർ ബൈ താഴത്തെ ബാർ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ബാർ വിളിച്ചപ്പെടാം, മുകളിലത്തെ ബാർ ബൈ താഴത്തെ ബാർ. വീണ്ടും ഇവിടെ ഒന്നും ചെയ്യാനില്ല, അതുപോലെ എഴുതി x minus iy സമം ബാർ കളയുമ്പോൾ ഇതാ, ഇവിടെ ബാർ കളയുമ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ആവും, a minus ib. ഇവിടെ ബാർ കളയുമ്പോൾ a plus ib. കാൾ നമ്പർ 2. വളരെ സിമ്പിൾ. തന്നിരിക്കുന്ന കണ്ടീഷൻ എടുത്ത് എഴുതി x plus iy is equal to a plus ib by a minus ib. കാൾ നമ്പർ 1. രണ്ട് സൈഡിലും ഞാൻ കോൺജുഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. So conjugate the left hand side becomes x plus iy bar, right hand side a plus ib by a minus ib whole bar. ഇതേത് സ്റ്റൈൽ ആണെന്ന് വെച്ചാൽ z1 by z2 bar, മുകളിലത്തെ ബാർ ബൈ താഴത്തെ ബാർ. ആ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ എഴുതാം, ഇതിന് പകരം എഴുതാം മുകളിലത്തെ ബാർ a plus ib bar divided by a minus ib bar. ബാർ ഇവിടെ ബാർ കളഞ്ഞപ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ആയി, x minus iy. ഇനി ഇവിടെ ബാർ കളയുമ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ചെയ്ത് മൈനസ് a minus ib. ഇവിടെ ബാർ കളയുമ്പോൾ മൈനസ് ഐ എന്നുള്ള പ്ലസ് ആവും. കാണുന്നത് ഇപ്പൊ സമം വന്നുകൊണ്ട് രണ്ട് ഇക്വേഷൻസ് ആണ് ചെയ്തത്. അപ്പൊ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന ഈ രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ആവുക. രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് x plus x is equal to y is equal to 3. രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് മൾട്ടിപ്ലയർ then റൈറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ലെഫ്റ്റ് മൾട്ടിപ്ലയർ by xy is equal to 2 into 3 6. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഇടതുവശം ഗുണിക്കുക then വലതുവശം ഗുണിക്കുക. രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇടതുവശം ആഡ് ചെയ്യുക then വലതുവശം ആഡ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻസിന്റെ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഡിഫറൻസ് then റൈറ്റ്. രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഡിവൈഡ് ചെയ്യുക then റൈറ്റ് ഡിവൈഡ് ചെയ്യുക. ഇത് കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഉം 2 കൂടെ ഞാൻ മൾട്ടിപ്ലൈ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. മൾട്ടിപ്ലൈ 1 and 2 1 into 2 മൾട്ടിപ്ലൈ. ഞാൻ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? മൾട്ടിപ്ലൈ ആ സിമ്പിൾ എടുത്താൽ മതി. മൾട്ടിപ്ലൈ സിമ്പിൾ മൾട്ടിപ്ലൈ ഒരു ing കൊടുത്താൽ മതി. ഇത് മീൻ ചെയ്യുന്നത് മൾട്ടിപ്ലൈ 1 and 2 1 and 2 മൾട്ടിപ്ലൈ. 1 and 2 മൾട്ടിപ്ലൈ പറഞ്ഞാൽ 1 ഇതാണ് 2 ഇതാണ്. ലെഫ്റ്റ് മൾട്ടിപ്ലൈ ആണോ? അപ്പോൾ ഒന്നിന്റെ ലെഫ്റ്റ് x plus iy into രണ്ടിന്റെ ലെഫ്റ്റ് x minus iy. ഡൗട്ടില്ലല്ലോ? രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ പറഞ്ഞപ്പോൾ ഇടതുവശം ഗുണിച്ചു വെച്ചു. ഇനി വലതുവശം ഗുണിക്കുന്നു. വലതുവശം ഒന്നാമത്തെ വലതുവശം a plus ib by a minus ib. വേണമെങ്കിൽ കുഞ്ഞു ബ്രാക്കറ്റ് കൂടെ കൊടുക്കാം. ഇതാണ്
വലതുവശം. ഇനി അതിനെ വീണ്ടും രണ്ടാമത്തെ ഇക്വേഷന്റെ വലതുവശം കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷന്റെ വലതുവശം എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ടാമത്തെ ഇക്വേഷന്റെ വലതുവശം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇൻറ്റു a minus ib by a plus ib. ഓക്കേ, ഇത്രയാണ്. ഇനി നമുക്ക് നോക്കട്ടെ, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ സാർ x plus iy into x minus ib കണ്ണുടച്ചെന്ന് പറയുക x square plus y square. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇത് a ഇത് b, a plus b into a minus b, a square minus b square. പക്ഷേ b സ്ക്വയറിനകത്ത് i സ്ക്വയർ വരും, അപ്പോൾ മൈനസ് i സ്ക്വയർ എന്നുള്ള പ്ലസ് ആണ്. ശരിയല്ലേ? നിങ്ങൾ ഓർത്ത് വെക്കുക, x plus iy into x minus iy എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ x square plus y square ആണ് മനസ്സിലാക്കിയാലും കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? x plus iy into x minus iy എന്താണ് ആൻസർ? x square plus y square. ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ? അത് സ്റ്റെപ്പിന് എണ്ണം കുറച്ചു. വീണ്ടും സമം നോക്കണേ. a plus ib cut, a minus ib cut, then got 1. കണ്ടാ? അപ്പോൾ x square plus y square is equal to 1. ഷോ ചെയ്യണം ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കുറിച്ചെടുത്തവർ ആ നോട്ട്ബുക്കിൽ നോക്കുക. അപ്പോൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 2 സ്കോർ, മിനിമം 2 സ്കോറാണ്. 2 സ്കോറിന് ഷോ ദാറ്റ് എന്നായിരുന്നു പറഞ്ഞത്. ഷോ ദാറ്റ് x square plus y square. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഇഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ടീഷൻ എന്നുള്ളതാണ്. ഇഫ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കണ്ടീഷനാണ്. ഇഫ് മീൻസ് കണ്ടീഷൻ. പിന്നെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇത് തെളിയിക്കാൻ. അപ്പം ഒന്നുകൂടി ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടെ പറയുന്നു. ഇഫ് x plus iy is equal to, ക്വസ്റ്റ്യൻ കൂടെ പറയണം. ഇഫ് x plus iy is equal to a plus ib by a minus ib, comma then show that x square plus y square is equal to 1. പല മാർഗങ്ങളുണ്ട് ഷോ ചെയ്യാൻ. നമ്മൾ ഉപയോഗിച്ച ഒരു സിമ്പിൾ മെത്തേഡ് കാണും. നമ്മൾ മെത്തേഡ് പറയുകയാണ്, ആ കണ്ടീഷൻ എടുത്തു, ആ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഷോ ചെയ്യേണ്ടത്. ആ കണ്ടീഷൻ എടുത്തു. അപ്പൊ x plus iy എല്ലാവരും നോട്ട്ബുക്കിൽ നോക്കിക്കോണം ഓരോ സ്റ്റെപ്പും. x plus iy is equal to a plus ib by a minus ib. അതിനെ 1 എന്ന് വിളിക്കുക. call 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുന്നു. ഈ കോൺജുഗേറ്റ് ഉള്ള വാക്കിയൊക്കെ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐയുടെ സൈഡ് ചേഞ്ച് ചെയ്യുന്നതാണ് കോൺജുഗേറ്റ്. ഞാൻ ആ ഇക്വേഷനിലെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ കോൺജുഗേറ്റ് എടുക്കുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി മാറി എന്ന് ചോദിച്ചാൽ x plus iy ബാർ. അത് ആ സ്റ്റെപ്പ് കുറച്ച് വേണമെങ്കിൽ എഴുതാം. ബാറിന് പകരം അതിനെ കോൺജുഗേറ്റ് എഴുതിയാലും മതി. x minus iy എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ ബാർ എടുത്തു. അപ്പൊ x plus iy ബാർ സമം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിവിഷൻ ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ്. അപ്പൊ a plus ib by a minus ib ഹോൾ ബാർ. മേലെ മാത്രമല്ല ബാർ, ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് മൊത്തത്തിൽ ബാർ. ഒന്നുകൂടി പറയുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് a plus ib by a minus ib ഹോൾ ആണ്. ശ്രദ്ധിക്കണം, ഹോൾ ബാർ. ഇത് ഏത് മോഡലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. z1 by z2 ഹോൾ ബാർ. അപ്പോ ഡിവിഷന്റെ ബാർ കോൺജുഗേറ്റ്. മുകളിലത്തെ ന്യൂമറേറ്ററിന്റെ മുകളിലത്തെ ബാർ ബൈ താഴത്തെ ബാർ. മുകളിൽ ബാർ, താഴെ ബാർ. അപ്പൊ മുകളിലത്തെ ബാർ z1 ബാർ ബൈ z2 ബാർ. ആ സ്റ്റൈലാണ്. അപ്പൊ ഇവിടെ z1 എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് a plus ib യും z2 നെ റെപ്രസെന്റ് ചെയ്യുന്നത് a minus ib യുമാണ്. അപ്പൊ നമുക്ക് മുകളിലത്തെ ബാർ a plus ib ബാർ by a minus ib ബാർ. മനസ്സിലായോ? ഇടതുവശത്തെ ബാർ കളയുമ്പോൾ അവിടെ x plus iy ബാർ എന്നുള്ളത് x minus iy എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിലത്തെ ബാർ കളയുമ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ചെയ്ത് a minus ib ഡിവൈഡഡ് ബൈ
താഴത്തെ എ മൈനസ് ഐ ബിയുടെ ബാർ ഇടുമ്പോൾ എ പ്ലസ് ഐ ബി ബാർ ഇടുമ്പോൾ അതുപോലെ ബാർ കളഞ്ഞാൽ സൈൻ ചേഞ്ച് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ പറയുന്നു. x minus iy equal to a minus ib by a plus ib call 2. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടി ഞാൻ മൾട്ടിപ്ലൈ ആക്കാൻ പോവാണ്. രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് മൾട്ടിപ്ലൈ ദെൻ റൈറ്റ് ഇക്വേഷൻ പറയുമ്പോൾ സമം വരുന്ന ഇക്വേഷൻ. ഇപ്പൊ x plus y എന്നുള്ള ഇക്വേഷൻ അല്ല, x plus y = 10 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ആ രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ പറയുമ്പോൾ ലെഫ്റ്റ് മൾട്ടിപ്ലൈ ദെൻ റൈറ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നിന്റെ ലെഫ്റ്റ് x plus iy into മീൻസ് ബ്രാക്കറ്റ് കൊടുക്കണം. രണ്ടിന്റെ ലെഫ്റ്റ് x minus iy equal to ഒന്നിന്റെ റൈറ്റ് a plus ib by a minus ib. അതിനൊരു സ്മോൾ ബ്രാക്കറ്റ്, മൊത്തത്തിലല്ല മുകളിൽ ബ്രാക്കറ്റ് താഴെ into രണ്ടിന്റെ റൈറ്റ് a minus ib by a plus ib. ഇത്രയും ക്ലിയർ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ x plus iy into x minus iy. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു മക്കളെ, അതിന്റെ ആൻസർ x² plus y². അത് കാണിച്ചു നോക്കിയാൽ വേറെ പറയാം a plus ib into a minus ib. ആൻസർ എന്തായിരിക്കും? a² plus b². അപ്പോൾ 2 plus 3i into 2 minus 3i 2² plus minus 3² എന്ന് പറയുമ്പോൾ 3² എന്ന് എഴുതില്ല, 3². 2² plus 3². അപ്പോൾ 4 plus 9. മനസ്സിലായല്ലോ? അപ്പോൾ x plus iy into x minus iy ആൻസർ എന്താണ് നിങ്ങളെ? x² plus y². റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും സെയിം കട്ട് കിട്ടും. ഒന്നാമത്തേതിന്റെ ആ ന്യൂമറേറ്റർ രണ്ടാമത്തേതിന്റെ ഡിനോമിനേറ്ററും സെയിം. ക്യാൻസൽ 1 x² plus y² = 1. ഷോ നമ്മൾ തെളിയിച്ചു. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എന്താണ് ഈ ക്വസ്റ്റ്യനും കുറച്ച് മുന്നേ പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സും പഠിച്ചോണം. അതുപോലെ പറഞ്ഞ കണ്ടന്റുകൾ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചോണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ